അസ്സലാമു അലൈക്കും. അപ്പോൾ വൈകിട്ടത്തെ കാപ്പിക്ക് നമ്മൾ ഇറച്ചിക്കറിയും ഇടിയപ്പവും അപ്പവും ദോശയൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ഇത് ഞാൻ ഉമ്മാക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കിയതാണ്. മൂന്നാമത്തെ നോയമ്പിൻ്റെ നോമ്പ് മുറിക്ക് ഉള്ള കാപ്പിയാണിത്. അപ്പം കഞ്ഞി ഉണ്ടാക്കിയ പിന്നെ വേറെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാൽ കഴിക്കാൻ പാടാം. അതുകൊണ്ട് ഞാൻ കഞ്ഞി മാത്രമാക്കി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കാപ്പി കേട്ടോ. അപ്പം അപ്പോൾ ഈ നൊയമ്പ് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒന്നും എന്തായാലും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത്. അപ്പം 1 ഗ്ലാസ് പച്ചരി നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചതച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവറും കൂടി ഇറങ്ങും. അന്നേരം നമ്മൾ വെന്ത് കഴിയുന്ന സമയത്ത് അത് ഇട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പം അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം 1/2 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം 1 കപ്പ് അരിയാണെങ്കിൽ 1/2 കപ്പ് തേങ്ങ, ആ രീതിയിൽ. പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. നല്ല തരിയൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇപ്പം കുക്കർ തുറക്കാം. അപ്പോൾ ഒരു 4 വിസിൽ കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വേവണം. വെന്തില്ലെങ്കിൽ പിന്നെ അത് വേവത്തില്ല കേട്ടോ. അതുകൊണ്ട് വെന്തില്ലെങ്കിൽ ഒന്നും കൂടി നല്ലപോലെ വേവിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ അത് ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു കേട്ടോ. ഉപ്പ് ചേർത്താൽ ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പിന്നീട് ഉപ്പ് ചേർക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം കഞ്ഞിയുടെ ഒരു പരുവാക്കി എടുക്കാം. ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആശാളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ട് കടുകിട്ട് താളിച്ചൊഴിക്കാം. ശകലം മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നെയ്ക്കകത്ത് വേണമെങ്കിൽ നെയ്ക്കകത്തും തളിച്ചൊഴിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് തളിച്ചൊഴിച്ചത്. ഇനിയിപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി കുറുകിയിരിക്കും കേട്ടോ. അന്നേരം കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കി എടുത്താൽ മതി. അപ്പം ഇതിലേക്ക് ഞാൻ അവിയൽ ഉണ്ടാക്കി കേട്ടോ. ചേമ്പും പച്ചക്കായും കൂടെ ചേർത്ത് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചീര ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ചീത്തയായി കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ചീരയും കൂടി അങ്ങ് തോരൻ വെച്ച് കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വടയത്താഴത്തിന് ചോറല്ല കഴിക്കുന്നത്. അതുകൊണ്ട് ഈ ചീര ഇപ്പോൾ എടുത്തത്. പിന്നെ ഒരു തറാവിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് 9:30 ആയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. കാറ്റും എല്ലാ ചൂടത്തിങ്ങനെ ഇരുന്ന സമയത്ത് നല്ല കാറ്റും മഴയും എല്ലായിടവും തണുത്ത് കേട്ടോ. അപ്പോൾ പരിസരവും തണുത്ത്, ചെടികൾക്കും വെള്ളം കിട്ടി. അപ്പം നമ്മളും ഒന്ന് തണുത്ത്. അപ്പോൾ എന്താ കഞ്ഞിയൊക്കെ റെഡിയായി. ഇപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാനിരിക്കുന്നത്. അതിൻ്റെ കൂടെ അവിയലും ചീരത്തോലും നെത്തോലി വറുത്തതും അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇറച്ചിക്കറിയും ഒക്കെ മടുക്കുന്ന സമയത്ത്, ബിരിയാണിയൊക്കെ മടുക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ബായ്.